മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു സാറ്റർഡേ ആണ്, നമ്മുടെ 5 ലോങ് വീക്ക് ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വീക്കെൻഡ് ഡേ. അപ്പം ഇന്ന് നമ്മൾ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അതിന് റീസൺ ഉണ്ട് കേട്ടോ. ഇന്ന് എൻ്റെ അമ്മയുടെ ഇന്നല്ല 25th എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. മെയ് 25. ഒരു കാര്യമുണ്ടല്ലോ, എനിക്കിപ്പോൾ 26 വയസ്സായി. ഇതുവരെ ഞാൻ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അറിയത്ത് പോലുമില്ല, അമ്മ പറയത്തുമില്ല, നമ്മൾ അറിഞ്ഞിട്ടുമില്ല. ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് ചോദിച്ചിട്ടുണ്ടെന്ന് നോക്കി. ഇപ്പം അമ്മ പറഞ്ഞത് കഴിഞ്ഞു പോയി എന്നൊക്കെ പറയും. ഞാൻ എപ്പോഴും ചോദിക്കത്തില്ല കേട്ടോ, ഞാൻ എപ്പോഴെങ്കിലുമൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ ഞാൻ ആ ഡേറ്റ് പിന്നെ അടുത്ത വർഷത്തേക്ക് ഓർത്തൊന്നും വെക്കൂല. ഞാൻ അതിലും വലിയ മറവിക്കാരിയാണ്. അപ്പോൾ ഈ പ്രാവശ്യം മെയ് 25 ആണെന്ന് എനിക്കറിയാം. അപ്പോൾ മെയ് 25 എന്ന് പറഞ്ഞു വരുന്നത് മൺഡേ ആണ്. അപ്പോൾ മൺഡേ ആക്ച്വലി എനിക്ക് വർക്ക് ഇപ്പം ഭയങ്കര വർക്കാണ്. അപ്പോൾ നമുക്ക് അതിനിടയ്ക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് കൂടി ഇല്ല, ആൾക്കും കൊച്ചിയിൽ പോകണം, ആൾക്കും ഓഫീസിൽ പോകണം. അപ്പോൾ ഇന്ന് ഒരു സാറ്റർഡേ ആണ്, നമ്മൾ ഫ്രീ ആണ്. അമ്മ ഫ്രീ ആയി. അമ്മയെ കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്, അവൾ വരുത്തേയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ വരണം, നമുക്ക് പോകണമെന്ന് പറഞ്ഞു. പിന്നെ അപ്പം നമ്മൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആക്ച്വലി എനിക്കറിയില്ല, നമ്മളെ വീട്ടിലൊരു ബോയ് ഇല്ലാത്തതുകൊണ്ടേ ഇപ്പോൾ എനിക്ക് കാറൊന്നും എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയില്ല. അല്ലെങ്കിൽ ഞാനും എൻ്റെ അമ്മയും കൂടെ എല്ലായിടത്തും, അമ്മയ്ക്ക് എവിടെയെങ്കിലും പോകണം, ഞാൻ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാനേ കൊണ്ടുപോകത്തുള്ളൂ. അമ്മ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് വിടത്തേയില്ല. അത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും റിലേറ്റീവ്സിൻ്റെ ഒക്കെ അടുത്ത് പറയും, ഈ കൊച്ച് ഉണ്ടായതുകൊണ്ട് അവൾ എവിടെയും പോകും. അമ്മ സ്കൂട്ടർ ഓടിക്കും, പക്ഷെ എന്നാലും എന്നെയും കൊണ്ട് എല്ലായിടത്തും പോകുന്നത് എനിക്കിഷ്ടമാണ്. അമ്മയോട് ഇങ്ങനെ കൂടെയൊക്കെ പോകും. ഞങ്ങൾ വൻ ഇടിയാണ് എപ്പോഴും, എന്നാലും അമ്മയുടെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നതിനേയും കാട്ടിലും. അപ്പോൾ അച്ഛനാണെങ്കിൽ അച്ഛൻ തന്നെ പൊക്കോളുമായിരുന്നു കേട്ടോ. അച്ഛൻ ഇങ്ങനെ നമ്മളെ ഡിപ്പെൻഡ് ഒന്നും ചെയ്തില്ല. കുഞ്ഞുനാളിലൊക്കെ അച്ഛന് കല്യാണത്തിനൊക്കെ പോകണമെങ്കിൽ എൻ്റെ കൂടെ പറയും, മക്കളും കൂടെ വാടാ എന്ന് പറയുമ്പോൾ ഞാൻ പോകും. പിന്നെ ഞാൻ വലുതായപ്പോൾ എനിക്ക് നാണക്കേടായി അങ്ങനെയൊക്കെ പോകാനായിട്ട്. പണ്ട് ഫുഡ് കഴിക്കാൻ പറ്റുമല്ലോ എന്നല്ല, അങ്ങനെ പോകുമായിരുന്നു. പിന്നെ എനിക്ക് നാണക്കേട്, പിന്നെ ഞാൻ പോകത്തില്ല. പിന്നെ അച്ഛൻ തന്നെ എല്ലായിടത്തും പൊക്കോളുമായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് നമ്മൾ ഈ സ്കൂട്ടർ മാത്രം ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റില്ല. ചേച്ചി മാരേജ് കഴിഞ്ഞ് പോയി. അപ്പോൾ എനിക്കും അച്ഛനും അമ്മയ്ക്കും കൂടെ എവിടെയെങ്കിലും എനിക്ക് മാക്സിമം എനിക്ക് ജോലിയൊക്കെ കിട്ടിയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരിടം എന്ന് പറഞ്ഞാൽ സിനിമ കാണാൻ പോകും. ഞങ്ങൾ എല്ലാ മാസവും ഓരോ സിനിമ, മിക്ക മാസവും ഞങ്ങൾ ഓരോ സിനിമ കാണാൻ പോകുമായിരുന്നു. പിന്നെ എനിക്ക് ചില മാസം ഞാൻ ഇങ്ങോട്ട് വരത്തില്ലെങ്കിൽ ഞാൻ പോകത്തില്ല. പിന്നെ അച്ഛൻ പറയും, നമുക്ക് സിനിമ കാണാൻ പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമ, അപ്പോൾ എപ്പോഴൊക്കെ ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണോ ഇവരെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു ദിവസം ഗുരുവായൂർ എൻ്റെ ഒരു വ്ളോഗ് കേട്ടു. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇല്ല ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വന്ന് നമുക്ക് പിന്നെ എപ്പോഴേലും പോവാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, മാരേജ് കഴിയുമ്പോൾ എനിക്ക് ആളുണ്ടല്ലോ, അപ്പോൾ നമുക്ക് കാറിൽ എനിക്ക് കൊണ്ടുപോകും. പിന്നെ എനിക്ക് കാർ ഓടിക്കുമെങ്കിലും എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല കാർ ഓടിക്കാനൊന്നും. സോ എനിക്കങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ മാരേജ് കഴിയുമ്പോൾ ആളുണ്ട്, അപ്പോൾ അവനാണെങ്കിൽ അങ്ങനെ എവിടെ വേണേലും കൊണ്ടുപോകും. ഒരു കാറുണ്ടെങ്കിൽ അവൻ ഈ ലോകം മുഴുവൻ കൊണ്ടുപോകും. ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരാളെ എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് അപ്പോൾ എവിടെ പോയാലും ഒക്കെ അത് ഇഷ്ടമാണ്, എവിടെ വേണമെങ്കിലും നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു മാരേജൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ അച്ഛനെയും അമ്മയൊക്കെ കൊണ്ട് എപ്പോഴും എന്നൊന്നുമല്ല കേട്ടോ, 3 മാസം കൂടുമ്പോൾ ഒരു ട്രിപ്പ് ഞാനും അച്ഛനും അമ്മയും എൻ്റെ ഹസ്ബൻഡും അങ്ങനെ പോകാമെന്ന് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തു. അത് നടന്നില്ല. ഓക്കെ, എനിക്കറിയില്ല, ഞാനത് ഒരുപാട് പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ചേച്ചിയൊക്കെ വരുമ്പോൾ ചേച്ചിയും ഫാമിലിയും ഞാനും ഫാമിലിയും അച്ഛനും അമ്മയും അത് എനിക്ക് ഞാൻ എന്താ പറയുന്നത് ഭയങ്കരമായിട്ട് ഞാൻ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് ഇത്രയും നാളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമില്ല. അത്രയ്ക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു എനിക്ക് ജോലി കിട്ടണമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമേ ഇല്ല എൻ്റെ ലൈഫിലില്ല. അത് എനിക്ക് പറ്റിയിട്ടില്ല. അത് എനിക്ക് ഇപ്പോഴും ഞാൻ ഇങ്ങനെ അവൻ്റെ കൂടെ പറയും, എപ്പോഴും ഞാൻ പറയും എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ റിഗ്രറ്റാണെന്ന് ആ മാറ്റിവെപ്പ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മാറ്റിവെപ്പായി. ഇപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സാരമില്ല, ആ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് പേടിക്കാൻ വേണ്ട, രാത്രി ആയാലും കുഴപ്പമില്ല, ഒന്നും പേടിക്കണ്ടല്ലോ. പിന്നെ അച്ഛനും അമ്മയ്ക്കും സന്തോഷമായിരിക്കുമല്ലോ. പിന്നെ അല്ലെങ്കിൽ രാത്രി ആകുമ്പോൾ അച്ഛനൊക്കെ നല്ല ടെൻഷൻ, രാത്രി ആയില്ലേ, നമുക്ക് സിനിമയൊക്കെ കണ്ട് ചിലപ്പോൾ ഞങ്ങൾ 1 മണിക്ക് വരുമ്പോൾ അച്ഛൻ പറയും, അയ്യോ രാത്രി ആയില്ലേ, അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. ഓഫ്കോഴ്സ് പെൺപിള്ളേരുള്ള എല്ലാ അച്ഛന്മാർക്കും ഉള്ള പോലെ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ മാറ്റി വെച്ചു. ആ മാറ്റിവെപ്പിൻ്റെ എനിക്കൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ
ഞാനങ്ങനെ ഒന്നും മാറ്റി വെക്കാറില്ല. ഒന്നും മാറ്റി വയ്ക്കൽ ഇങ്ങനെയുള്ള കാര്യം, ഇപ്പോൾ അമ്മയെ കൊണ്ട് പോകാനായാലും എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് പോകാനായാലും അങ്ങനെ ഒരു കാര്യങ്ങൾ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ചിലപ്പോഴൊക്കെ മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ ചിലപ്പോൾ വിചാരിക്കും അത് മാറ്റി വെക്കണ്ട, ചിലപ്പോൾ അത് നാളെ നടന്നില്ലെങ്കിലോ, അതൊരു കാര്യമാണ്. സോ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുന്നുണ്ട്, നമ്മളെ പേരൻസിനെ കൊണ്ട് എപ്പോഴും അവരെയും കൊണ്ട് പോകണമെന്നല്ല, നമ്മൾ മാത്രമായിട്ട് പോകണം. പക്ഷെ നമ്മൾ പേരൻസിനെ കൊണ്ട് നമ്മൾ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോകണം കേട്ടോ. എങ്ങനെയായാലും അങ്ങ് പോകണം. അതിന് ഒരുപാട് വഴിയുണ്ട്, എൻ്റെ കയ്യിൽ ഒരുപാട് വഴിയുണ്ടായിരുന്നു, ആരെങ്കിലും വിളിച്ച് ഒക്കെ പോകാമായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു കല്യാണം കഴിഞ്ഞിട്ട് എന്തിനാ ഞാനങ്ങനെ വിചാരിച്ചതെന്ന് എനിക്കറിയില്ല, ബട്ട് നടന്നില്ല. സോ ഇപ്പോഴും എനിക്കത് ഇനി എൻ്റെ ജീവിതം തീരുന്ന വരെ എനിക്കത് റിഗ്രറ്റ് ആയിരിക്കും. എനിക്കങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ. എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ മൂന്നാറും പോയിട്ടുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാനായിട്ട് എങ്ങും ഒരു ദൂരയാത്രയ്ക്ക് പോയിട്ടില്ലല്ലോ, കൊണ്ടുപോയിട്ടില്ലല്ലോ എന്നൊക്കെ എനിക്ക് ഇപ്പോഴും ഒരു റിഗ്രറ്റാണ്. സോ ഓക്കെ, നമ്മളിപ്പോൾ അതൊന്നുമല്ല പറഞ്ഞു അത് ഞാനതൊരു എന്താ പറഞ്ഞ ഒരു ഇൻസ്ട്രക്ഷൻ പോലെ തന്നെയാണ്. ആർക്കെങ്കിലും അങ്ങനെയൊക്കെ തോട്ടുണ്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ സാഹചര്യമൊക്കെ ഒത്തു വരികയാണെങ്കിൽ ഒരു മിനിമം സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകാം. ബിക്കോസ് നമ്മൾ ഇന്ന് കാണുന്നവരെ നാളെ കാണില്ല, അത് സത്യമാണ്. അത് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിചാരിക്കാൻ നമുക്ക് വരില്ല എന്ന്, പക്ഷേ നമുക്കത് വരും. അയ്യോ ഇങ്ങനൊന്നും എനിക്ക് ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാൻ പലതും കാണുമെന്ന് വെച്ചാൽ അങ്ങനൊന്നും എനിക്ക് സംഭവിക്കത്തില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ചിലപ്പം വിചാരിക്കും ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ എനിക്കങ്ങനെ, ചിലപ്പോഴല്ല എനിക്കങ്ങനെ വരില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എങ്ങും കേൾക്കാത്തൊരു സ്റ്റോറിയാണ് എൻ്റെ ലൈഫിൽ വന്നത്. അതായത് കല്യാണം കഴിഞ്ഞ ഒരു സൺഡേ, 2 സൺഡേ കഴിഞ്ഞപ്പം എന്നെ കണ്ടിട്ട് പോയ ഒരാളാണ്. ഐ മീൻ 2 hours, 8-ന് ഞാൻ കാണുന്നു, 10-ന് ഞാൻ അറിയുന്ന ആളില്ലാന്ന്. അപ്പോൾ എല്ലാവർക്കും എല്ലാം സംഭവിക്കാം, ബാഡായാലും ഗുഡായാലും എല്ലാം നമ്മുടെ ലൈഫിൽ വരും. എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും ഞാൻ പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇങ്ങനൊരു സംഭവം എനിക്ക് കിട്ടുമെന്ന്. അതും കല്യാണ സമയത്ത് ഞങ്ങളൊരു 13 വർഷം ആഗ്രഹിച്ച് ഒരു വലിയൊരു സംഭവമായിട്ട് നടത്തിയ ഒരു സാധനമാണ്. ആ ഒരു സംഭവത്തിന് ശേഷം എനിക്കിങ്ങനെ വരുമെന്നും, പിന്നെ ഇപ്പോഴും എൻ്റെ സിസ്റ്ററിനായാലും എൻ്റെ ആൽബം കാണാൻ പറ്റത്തില്ല, അങ്ങനെ കുറേ ഉണ്ട്. ആൾക്ക് ഞാൻ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ട് ആൾക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ആളുടെ പ്രസൻസ് അവിടെ ഉണ്ടായതുകൊണ്ട്, അച്ഛൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായതുകൊണ്ട് ആൾക്കത് പറ്റുന്നില്ല കാണാനായിട്ട്. അപ്പം ഞാൻ ചിലപ്പോൾ മറന്നു എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് ഞാൻ ചോദിക്കും ആളുടെ, നമ്മുടെ കല്യാണം കഴിഞ്ഞു ഇല്ലേ? കാരണം ആ ഓർമ്മകളൊക്കെ എനിക്ക് മാഞ്ഞു, പെട്ടെന്ന് മാഞ്ഞു. ആ ഓർമ്മകളൊക്കെ മാഞ്ഞിട്ട് എൻ്റെ ഓർമ്മകൾ വേറെയാണ്. അച്ഛൻ്റെ കേസിലാണ് കൂടുതൽ ഓർമ്മകളും. ചിലപ്പം ഞങ്ങളിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചപ്പോൾ ആൾ പറയുമായിരുന്നു, ആളിങ്ങനെ ഉറക്കത്തിൽ ആളെ സ്വപ്നം കാണും. എന്നിട്ട് നമ്മളിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആൾ എണീക്കുമ്പോൾ അയ്യോ അച്ഛനില്ലല്ലോ എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ആ സ്വപ്നങ്ങളാണ് കൂടുതൽ. എൻ്റെ മാരേജ് റിലേറ്റഡായിട്ടുള്ള ഒരു സ്വപ്നവും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. എപ്പോഴും അച്ഛൻ്റെ സ്വപ്നങ്ങളാണ് കൂടുതൽ എനിക്ക് വരുന്നത്. സോ അങ്ങനെയൊക്കെ എല്ലാവർക്കും എല്ലാം സംഭവിക്കാം. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമുക്ക് വരത്തില്ല, നമുക്ക് എപ്പോഴും നല്ലതേ വരത്തുള്ളൂ, നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, നമ്മളുടെ ലൈഫിലും ഇങ്ങനെയുള്ള ചെറിയ കുട്ടികൾ കിട്ടും, ചിലപ്പോൾ ഇതുപോലുള്ള വലിയ കുട്ടികൾ കിട്ടും, എല്ലാം കിട്ടും. സോ എക്സ്പെക്റ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞു തന്നതല്ല, മാറ്റി വെക്കരുത്. നമ്മളെ കൊണ്ട് പറ്റുന്ന, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞ് എത്രത്തോളം എനിക്കറിയില്ല, ചിലവർ കൊണ്ടുപോട്ടോ, അതൊന്നും കുഴപ്പമില്ല. ചിലപ്പം പുറത്ത് പോവും, ചിലപ്പോൾ അവരെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ടച്ച് വുഡ്, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇന്ന് വരെ ഇല്ല. സോ അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഗെറ്റ് റെഡി ഒന്നുമില്ല. ഗെറ്റ് റെഡി ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ കുറേ മേക്കപ്പ് പറ്റിയിട്ട്, മേക്കപ്പിൽ കുറച്ച് സ്കിൻ കെയർ ആണ് എൻ്റെ ഗെറ്റ് റെഡി എന്ന് പറയാൻ. ഞാൻ ഒരുപാട് മേക്കപ്പ് ഒന്നും ഇടത്തില്ല. അപ്പോൾ ഞാൻ രാവിലെ കുളിക്കുകയൊക്കെ ചെയ്തു, പിന്നെ താഴെ പോയി കുറച്ച് പണിയൊക്കെ ചെയ്ത് ഞാൻ കയറി വന്നു. ഇനി ഫേസൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ജസ്റ്റ് ഒരു ടോപ്പ് പാൻസും ഇടുന്നുള്ളൂ. ഇതാണ് എൻ്റെ ഷർട്ടാണ്, വൈറ്റ് ഷർട്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് അമ്മയെ വിളിച്ചുകൊണ്ട് പോവാം. എപ്പോഴും ബായ് കളിക്കും, ബട്ട് നോട്ട് ബായ്. ഓക്കെ, അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം സാധാരണത്തില്ല, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി അമ്മയെ വിളിച്ചുകൊണ്ട് പോവാം കേട്ടോ. ഹലോ, അപ്പോൾ നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് പറയാം. വലിയ
കാര്യമില്ല. ഐ മീൻ ഇത് റീസെൻ്റ് ആയിട്ട് ഞാൻ വേറൊരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്. പക്ഷെ അമ്മ ഇങ്ങനെ കുറേ നാളുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. ആ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ആള് പറയുന്ന ഒരു സ്ഥലമാണ് പൊന്മുടി, പിന്നെ ക്ലിഫ്. ഈ 2 സ്ഥലങ്ങളുമാണ് ആള് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു അതിലൊരു സ്ഥലം നമ്മളിപ്പോൾ അടുത്തുള്ളൊരു സ്ഥലമാണ്, അപ്പോൾ അവിടെ പോയിട്ട് വരാമെന്ന്. കാരണം ഇന്ന് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ സ്ഥലത്തോട്ടും കൂടെയും പോകണം. അപ്പോൾ നമുക്ക് ദൂരെ പോയിട്ടാണെങ്കിൽ ആ കറക്റ്റ് ടൈമിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. സോ നമ്മൾ പോവാണ്. ഇനി എനിക്ക് കേക്ക് ഓർഡർ ചെയ്യണം. കേക്ക് ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ കുറച്ച് ചെറിയൊരു കേക്ക്, നമ്മളിവിടെ കേക്ക് നമ്മൾ പറയുമ്പോൾ ഉണ്ടാക്കി തരും. അപ്പോൾ ഞാനിപ്പം പറഞ്ഞിട്ട് പോകുമ്പോൾ തിരിച്ച് വരുമ്പോൾ അത് വാങ്ങിക്കൊണ്ട് പോകാമല്ലോ. സോ അങ്ങനെ കേക്ക് വാങ്ങിക്കണം, കേക്ക് ഓർഡർ ചെയ്തിട്ട് പോകണം. പിന്നെ വേറെ ഒന്നുമില്ല, ഇത്രയാണ് നമ്മളുടെ കലാപരിപാടി. പിന്നെ എനിക്ക് ഇന്ന് ഈവനിങ് ഫേഷ്യലിന് പോകണം. നാളെ എനിക്കൊരു മാരേജ് ഉണ്ട്. സോ ആ മാരേജിന് പോകുന്നതിന് മുമ്പ് ചെറിയൊരു ഫേഷ്യലിന് പോകണം. ഞാൻ തേഴ്സ്ഡേയോ ഫ്രൈഡേയോ ഒക്കെ പോകേണ്ടതാണ്. അതായത് മിനിമം ഒരു 3 ദിവസം മുന്നേ നമുക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല, കാരണം ഞാൻ ഇന്നലെയാണ് വന്നത്. അപ്പം നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ ഞാൻ അവിടെ ഉള്ള ഒരു കടയിൽ കയറിയിട്ട് കേക്കൊക്കെ ഓർഡർ ചെയ്ത് പോവാണ് കേട്ടോ. ഏകദേശം ഒരു 1 മണിയാകുമ്പോഴേക്കും വരാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ ഏകദേശം 3 മണി 3:30 ആയപ്പോഴാണ് ഞാൻ കേക്ക് മേടിക്കാനായിട്ട് തിരിച്ചു വന്നത്. അങ്ങനെ പിന്നെ ഞങ്ങള് അമ്മയെ ഞാൻ വിളിച്ചോണ്ട് വന്നിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ പോവായിരുന്നു. അപ്പം ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് ആറുമുറിക്കടയാണ്. അപ്പൊ കുണ്ട്ര ആറുമുറിക്കട വഴിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഈ ഒരു റൂട്ട് പറഞ്ഞപ്പോഴേ മനസ്സിലായി കാണാൻ കഴിഞ്ഞു. കാരണം ലാസ്റ്റ് വീഡിയോയിലും ഞാൻ പോയ സെയിം റൂട്ടിലായിരുന്നു. അതായത് മൺട്രോയിലാണ് പോകുന്നത്. അപ്പൊ ഇവിടെ ചുറ്റുമല എന്ന് പറയുന്ന ഒരു അമ്പലം, ഇവിടെ കൊല്ലത്തുള്ളവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. ആ ഒരു വഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അവിടെ നിന്നുള്ള സ്ട്രെയിറ്റ് റോഡിൽ കയറിയാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ റൈറ്റ് പോയിട്ട് മറ്റേ പെരുമൺ പാലമൊക്കെ കണ്ടായിരുന്നു. അപ്പം അതല്ല, ഞങ്ങൾ ഇപ്പം ഈ പ്രാവശ്യം തിരിച്ചു വന്നു. ഒരു ലെഫ്റ്റ് പിടിച്ച് എസ് വളവ്. ഈ എസ് വളവിലാണ് മെയിൻ ആയിട്ട് നമുക്ക് കുറെ കാര്യങ്ങളും ബോട്ടിങ്ങും ഒക്കെ. ഒരു മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് എസ് വളവാണ്. അപ്പം അവിടെയാണ് ഞങ്ങൾ വന്നത്. അവിടെ വന്നിട്ട് ഞങ്ങൾ വന്ന സമയത്ത് ഏകദേശം ഒരു 11-11:30 അപ്പൊ ഞങ്ങൾ ബോട്ടിങ്ങിന് പോവാന്ന് വിചാരിച്ചു. 1.5 മണിക്കൂറാണ് കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. സോ ഈ 1.5 മണിക്കൂർ ഞങ്ങൾ ആദ്യം 1 മണിക്കൂറിലേക്ക് വേണ്ടിയാണ് എടുത്തത്. പിന്നെയാണ് ഞങ്ങൾ ഈ 1.5 മണിക്കൂറിലേക്ക് മാറ്റിയത്. അങ്ങനെ 1.5 മണിക്കൂർ ഈ വെയിലത്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എനിക്ക് തീർച്ചയായിട്ടും മൈഗ്രെയിൻ അല്ല, എനിക്ക് തലവേദന എടുക്കും. എനിക്ക് മൈഗ്രെയിൻ ഇല്ല, പക്ഷെ മൈഗ്രെയിൻകാർക്ക് വരുന്ന പോലെ കുറേ ഇഷ്യൂസ് എനിക്കുണ്ട്. തലവേദനയൊക്കെ വന്നാലും എനിക്ക് ടാബ്ലറ്റ് ഉണ്ട്. ആ ഒരു ടാബ്ലറ്റ് ഇപ്പൊ എനിക്ക് അറിയില്ല, കഴിച്ച് മുന്നേ ഒരു ടാബ്ലറ്റ് കഴിക്കുമ്പോൾ തന്നെ എനിക്ക് ഓക്കെ ആവേണ്ടതാണ്. പക്ഷെ ഇപ്പോഴത്തെ കേസിലാണെങ്കിൽ അത് ഒന്നിലൊന്നും നിൽക്കൂല, അത്രയ്ക്ക് തലവേദനയാണ്. അപ്പൊ ഞങ്ങള് ഇങ്ങനെ ബോട്ടിലൊക്കെ കയറി പോവാണ്. അപ്പൊ ബോട്ടിൽ തന്നെ ഒരു കുടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് അവര് കുടയൊക്കെ എടുത്തു വെച്ചു. ഞാനും അമ്മയും മാത്രമേ ഹാറ്റ് വാങ്ങിയുള്ളൂ കേട്ടോ. അമ്മയുടെ മറ്റേ കൊച്ചു പിള്ളേരെ ഹാറ്റ് എന്റെ കുറച്ച് ട്രെൻഡിങ് ആയിക്കോട്ടെ വിചാരിച്ചു ഞാൻ കുറച്ച് നല്ല ഹാറ്റ് ഒന്നുമല്ല, 120 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ എന്റേത്. അമ്മയുടെ 100 രൂപ അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെ വൺ ടൈം യൂസ് അല്ല കേട്ടോ, കുറച്ചുകൂടെ നാളെ നിൽക്കുന്ന ടൈപ്പ് ആണ്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഈ ഒരു പാസിലൂടെ ഞങ്ങൾ പോയില്ല. അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു എങ്കിൽ ഈ പാസിലൂടെയും പോകണം. അതായത് നമ്മളൊരു എന്താ പറയുക, ഒരു ആർക്ക് പോലെ ഒരു സ്ഥലമുണ്ട് അവിടെ. ഈ മാംഗ്രോവ്സ് അങ്ങനെ വളർന്ന് നിൽപ്പുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ആർച്ച് പോലെ, അപ്പൊ ആ ആർച്ചിന്റെ അവിടെയും നമുക്ക് പോകണം. പിന്നെ നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന സ്ഥലത്തും പോകണം. അതുകൊണ്ടാണ് നമ്മൾ ഈ 1.5 hours സെലക്ട് ചെയ്തത്. സോ ഞങ്ങള് ആദ്യം നമ്മൾ പോകുന്ന ഈ ആർച്ചിന്റെ അടുത്തോട്ടാണ്. മാംഗ്രോവ്സ് ആർച്ച് പോലെ വളർന്ന് നിൽക്കും, അവിടെയാണ്. ഇതാണ് കേട്ടോ സ്ഥലം. ഇവിടെ ആക്ച്വലി അവർ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടെന്നൊന്ന്, ഈ റൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിലാക്കി നിർത്തിയേക്കാണെന്ന് എനിക്ക് തോന്നി. നോട്ട് ഷുവർ. കാരണം എന്ന് പറഞ്ഞാല് ആ ഒരു ഷേപ്പൊക്കെ തന്നെയാ ഇത് ക്രിയേറ്റ് ആക്കുവോ എന്നുള്ളതിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്.
മേ ബി അങ്ങനെ ചിലപ്പോ അങ്ങനെ തന്നെ ഈ ആർച്ച് പോലെ തന്നെ വളർന്നു വരുന്നതായിരിക്കും, അതറിയില്ല കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങളുടെ ഇപ്പുറത്ത് മറ്റേ സ്കൂളിലെ കുറെ ടീച്ചേഴ്സും പിള്ളേരൊന്നുമില്ല, കുറെ ടീച്ചേഴ്സിന്റെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അവരെന്തോ റിട്ടയർമെന്റ് പാർട്ടി അങ്ങനെ എന്തോ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വന്നേ. അപ്പം അവര് ഈ മരത്തിനകത്ത് കയറി നല്ല ടോപ്പിലൊക്കെ കുറെ ടീച്ചേഴ്സ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ പേടിയില്ലാണ്ട് എങ്ങനെ മുകളിൽ വരെ പോവാൻ പറ്റിയെന്ന് നോക്കി. അപ്പോഴാണ് ആക്ച്വലി ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുള്ളത് ഭയങ്കര തിക്കാണ്. അത്യാവശ്യമല്ല നല്ല കട്ടിയുള്ള റൂട്ടാണ്. ഓക്കെ, ഭയങ്കര നല്ല കട്ടിയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പേടിക്കൊന്നും വേണ്ട. നമുക്കൊരു ബാലൻസ് ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് ഇങ്ങനെ പിടിച്ച് കയറിപ്പോ. അപ്പൊ ഞാൻ മാത്രമേ അങ്ങ് പൊക്കത്തിലോട്ട് പോയുള്ളൂ. പൊക്കത്തിൽ പോയപ്പോ തന്നെ താഴെ അമ്മയുണ്ടല്ലോ. അപ്പം പിന്നെ അമ്മ മതി ഇത്രയും പോയാൽ മതി എന്നുള്ള എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഒരുപാട് പൊക്കത്തിലൊന്നും കയറിയില്ല. ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കയറിയുള്ളൂ. കുറച്ച് സ്റ്റെപ്സ് അങ്ങോട്ട് പോയതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് എൻ്റെ ഇപ്പുറത്ത് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അവർക്കാണെങ്കിലും ഇങ്ങനെ കയറണമെന്നുണ്ട്. അപ്പൊ ആ ചേച്ചിയും ഹസ്ബൻഡും ആ കൊച്ചിനെ സമ്മതിക്കൂല, അങ്ങനെ കയറിക്കൂടാ, അങ്ങനെ പേടിയാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തു അവരെ. അതിനുശേഷം ഞാൻ ഇങ്ങനെ അമ്മയെ വിളിക്കായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്തു, കുഴപ്പമില്ല, ഒന്നും പേടിക്കാനില്ല, അപ്പുറത്തെ ടീച്ചേഴ്സ് ഒക്കെ അങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, കയറിവാന്ന് ഞാൻ പറയായിരുന്നു. പിന്നെ ഒരു ബാലൻസ് വേണം, അങ്ങനെ സ്ലിപ്പൊന്നും ആയി പോകത്തില്ല. എന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കണം. വെറുതെ ചാടി പെരണ്ട് കയറാനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷെ അമ്മ വരുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ച് ആള് വരുന്നുണ്ടായിരുന്നില്ല. ആള് ജസ്റ്റ് ആ ഒരു സ്ഥലത്ത് നിങ്ങളുടെ എഴുന്നേറ്റ് വന്നു. പിന്നെ അതിനകത്തോട്ട് കയറാനൊന്നും ആളൊട്ടും റെഡി ആയിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്നുള്ള ഒരു 5 to 7 minutes നിന്നോളൂ. അവിടെ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ചു നേരം ഇങ്ങനെ നിൽക്കുക. എല്ലാരും കൂടെ കയറി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ടോപ്പിലൊക്കെ പോയി ഒക്കെ നിൽക്കാനൊക്കെ പറ്റും. പിന്നെ അവരാരും കയറി വന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ ഇങ്ങ് പോയിരുന്നു. പിന്നെ ഞാൻ അന്ന് ഉച്ചയാണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. മീൻസ് നല്ല ഭയങ്കര തിരക്കല്ല, എന്നാലും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ച ഈ ആർക്ക് പോലുള്ള സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഞങ്ങൾ ഇങ്ങനെ അതിലേക്കൂടെ ഒക്കെ വരുന്നത് കാണാനൊക്കെ നല്ല രസമാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യമായിരുന്നു, കുറെ പേര് ഇത് തുഴയുന്ന കണ്ട് ഈ ഒരു പങ്കായം വെച്ചിട്ട്. അപ്പൊ ഞാന് ഈ പ്രാവശ്യം ആളെടുത്ത് ചോദിച്ചു അതുണ്ടോ ചോദിച്ചു. അപ്പൊ ആളെനിക്ക് എടുത്ത് തന്നായിരുന്നേ. അങ്ങനെ പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബാലൻസ് വേണം, അല്ലെങ്കിൽ ഇത് പറ്റില്ല കേട്ടോ. നമ്മൾ ഈ വെറുതെ കാണുന്ന പോലല്ല. ഐ മീൻ ഇത് ഫ്ലോ ചെയ്യുന്നതിനെ നമ്മള് എന്താ പറയാ ഓവർടേക്ക് ചെയ്ത് പോകുന്ന പോലെ ഒരു ടൈപ്പാണല്ലോ ഇത്. അപ്പം കുറച്ച് അധികം പ്രഷർ നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ 2-3 പ്രാവശ്യം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അതെടുത്തങ്ങ് അകത്ത് വെച്ച് പിന്നെ എനിക്ക് തുഴയാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് തിരിച്ച് മറ്റേ നമ്മള് ഇറങ്ങി നിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഞങ്ങൾ അവിടെ ഇറങ്ങി നിന്നായിരുന്നു. അപ്പൊ അവിടെ പോവാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ 1.5 മണിക്കൂർ എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഈ 1 മണിക്കൂറിൽ ഈ 2 സ്ഥലത്തും കൂടി പോയിട്ട് വരാൻ പറ്റില്ല. അപ്പൊ 1.5 മണിക്കൂർ എടുത്തു. അവിടെ ചെന്നപ്പോ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആളുടെ മോനും പിന്നെ അവന്റെ ഫ്രണ്ടും ഒക്കെ ആയിട്ടും അപ്പൊ ഒരു ഡ്രോൺ വെച്ചിട്ട് കുറെ പിക്ചേഴ്സ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവനിപ്പം പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ അവന് ഒരുപാട് ദൂരെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആ ഡ്രോൺ ഫൂട്ടേജ് പിന്നെ ഞാൻ ഇങ്ങോട്ട് കാണിക്കാട്ടോ, പിന്നെ ഞാൻ ആഡ് ചെയ്തേക്കാം. ആക്ച്വലി നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഏകദേശം ഈ ഒരു ഡ്രോണ് 3 കിലോമീറ്ററോളം പോകുന്നാണ് അവൻ പറഞ്ഞത്. പിന്നെ അവൻ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവൻ യൂട്യൂബ് നോക്കി പഠിക്കുന്നതേ ഉള്ളൂ എങ്ങനെ ഇതിന്റെ യൂസേജ് എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് അവൻ കുറച്ച് ദൂരം മാത്രമേ അത് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തിരിച്ച് നമ്മളിങ്ങനെ കൈവച്ച് കൊടുത്ത് അത് നമ്മളുടെ കയ്യിൽ ഇങ്ങനെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യും. നല്ല രസമായിരുന്നു. അത് ഞാൻ പറഞ്ഞ നമ്മള് മാത്രമാണെങ്കിൽ അത്ര രസമില്ല, കുറെ പേരുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അങ്ങനെ പിന്നെ ഞങ്ങള് അവിടെ വലിയ കൊക്കിനെ കണ്ടു. ഞാൻ പറഞ്ഞത് ഫ്ലെമിംഗോസ് ഒക്കെ ആണെന്ന് പറഞ്ഞ് വെറുതെ ഞാൻ പറഞ്ഞു. ഫ്ലെമിംഗോസ് പോലെ ആക്ച്വലി എന്റെ ഫേസ് ഒക്കെ ഫ്ലെമിംഗോസ് പോലെ ഇരിക്കും, പക്ഷെ അത്രയും ഹൈറ്റ്
അത്രയും വലുതും അല്ല. ഓക്കെ, നമ്മളെ കൊക്കിന്റെ കുറച്ചുകൂടെ വലുതാണ്, പക്ഷെ നമ്മള് ഫ്ലെമിംഗോസിന്റെ അത്രയും വലുതല്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അപ്പോഴേക്കും ഒരു 1.5 hours ആയി. ഞങ്ങൾ ഓൾമോസ്റ്റ് കാൽക്കുലേറ്റ് ഒന്നും ചെയ്തില്ല, ഏകദേശം അത്ര ആയെന്ന് തോന്നുന്നു. അപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു വന്നു. 12:30 ആയിരുന്നു കേട്ടോ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ വിശക്കുന്നു, ഫുഡ് കഴിക്കണം. അപ്പം ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ പോയത് തേവള്ളിയിലായിരുന്നു. എന്റെ മാരേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത്, ഞാനും ഹസ്ബൻഡ്, അമ്മയും ഹസ്ബൻഡും ആയിട്ട് പുറത്ത് പോയി ഫസ്റ്റ് ടൈം ഫുഡ് കഴിക്കുന്നത് ഇവിടെ നിന്നായിരുന്നു. ഷെഫ് പിള്ളയുടെ മീൻ കടയിൽ നിന്നായിരുന്നു ആക്ച്വലി ആ സ്ഥലം. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ എല്ലാവർക്കും കൂടെ മാരേജ് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ വീട്ടിൽ നിന്ന് ആളുടെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും കൂടെ വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കണം എന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മൂമ്മയടുത്തും ഒക്കെ ഞങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അത് അന്ന് നടന്നില്ല. പിന്നെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങ് പോയി. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ബർത്ത്ഡേ അല്ലേ, അപ്പം നമ്മൾ അല്ലാണ്ട് പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടക്കില്ല. കാരണം നമ്മൾ ആളുടെ വീട്ടിൽ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം ചെയ്തിട്ട് നമ്മൾ വരുള്ളൂ. അപ്പൊ നമ്മൾ നല്ല ഡിലേ ആവും. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ച് അമ്മേനെയും കൊണ്ട് പോയില്ലെങ്കിൽ ഈ പരിപാടി നടക്കൂല. അങ്ങനെ ഞങ്ങള് അന്ന് ഫുൾ ഡേ ഇതിനു വേണ്ടി, ഫുൾ ഡേ അല്ല, കുറച്ചു നേരം ഇതിനു വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് ഞങ്ങള് ആ പേരൊക്കെ ഇപ്പൊ കൊടുത്തിട്ട് അവര് 1/2 hour വേണോന്ന് പറഞ്ഞു. പക്ഷേ 10 minutes തന്നെ അവര് നമ്മളെ തിരിച്ചു വിളിച്ചു കേട്ടോ. ഓർഡർ ആയിട്ടില്ല, സീറ്റ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ബട്ട് ആ ടൈമിൽ ഞങ്ങൾ ചുമ്മാ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്നു. അന്ന് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഒരു 6 months മുന്നേ ഞാൻ ഇതുപോലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ കഫേസും കാര്യങ്ങളും ഒന്നും ഇല്ല, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഈ സൈഡിൽ നിറയെ കഫേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ഞാൻ മുന്നേ കാണിച്ചതാണ് റാവിസ് ഹോട്ടൽ. ഇവിടെ നിന്ന് നമുക്ക് റാവിസ് ഹോട്ടൽ കാണാം. ഇതാണ് അഷ്ടമുടി കായല്, പിന്നെ ബ്രിഡ്ജ് എല്ലാം കാണാം. അതുപോലെ തന്നെ നമ്മുടെ മൺട്രോയിന്ന് ഞങ്ങൾ വള്ളം എടുത്തതുപോലെ കുറെ പേര് ഹൗസ് ബോട്ട് എടുക്കും. ഈ ഹൗസ് ബോട്ട് എടുക്കുന്നവർക്കൊക്കെ ഇതൊക്കെ ഈ ഒരു പോർഷനിലൊക്കെ വന്ന് അവർ കറങ്ങി കണ്ടിട്ട് പോകാൻ പറ്റും. കാരണം ഞങ്ങളിവിടെ ഇരുന്ന സമയത്തൊക്കെ ഒരുപാട് ഇങ്ങനെ ഹൗസ് ബോട്ടുകളൊക്കെ വന്ന് പോകുന്ന കണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ പോയതിന്റെ പിറ്റേ ദിവസമാണ് അവിടെ ഒരു ഹൗസ് ബോട്ട് മറിഞ്ഞത്. ആളുകൾക്ക് പരിക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അത് ചെറുതായിട്ടൊന്നും മറിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ കഫേയുടെ അവിടെ ഈ ഒരു സീറ്റിൽ ഇരുന്നു. അപ്പം വെറുതെ ഒരാളുടെ കഫേയിൽ ഇങ്ങനെ കയറി ഇരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ജ്യൂസ് കുടിക്കാന്ന് ചോദിച്ചു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഒരു വാട്ടർമെലോൺ ജ്യൂസ് ഓർഡർ ചെയ്ത് കുടിച്ചു. അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവര് വിളിച്ചത്, സീറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്, വരാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോഴേക്കും 3:30 എനിക്ക് വിശന്നിട്ട് വയറ് കത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നോക്കിയപ്പോ ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്. അക്വേറിയത്തിനകത്ത് ഇങ്ങനെ ഒരു സംഭവം, എന്താ പറയുന്നത്, ഇത് എനിക്ക് എന്ന പേര് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. അതങ്ങനെ പ്ലേസ് ചെയ്തു. അപ്പൊ അത് ഈ മീനുകൾക്ക് കളിക്കാനൊക്കെ ആണെന്നൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല. ഐ മീൻ വെറുതെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോട്ട് ചെയ്യാതെ അതിനകത്തൂടെ കയറി ഇറങ്ങാനൊക്കെ പറ്റുന്ന രീതിക്കാണ് അത് പ്ലേസ് ചെയ്തേക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് ഒരു ഷെഫിലെ കുറെ പേര്, ഒരുപാട് സെലിബ്രിറ്റീസിനോടുള്ള കുറെ ഫോട്ടോസും ഒക്കെ അവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അതൊക്കെ കണ്ടു. അത് കണ്ട് നമ്മൾ മെനു ഒക്കെ എടുത്ത് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഇരുന്നു ഒരു 45 to 50 minutes. അയ്യോ, അത് ഭയങ്കര കടുപ്പമായിരുന്നു കേട്ടോ. ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, എന്നാൽ നമ്മൾ വിശന്ന് തളർന്ന് പിന്നെ നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്യാന്നുണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമുക്ക് മീൽസ് ഒന്നും കിട്ടിയില്ല കേട്ടോ. മീൽസ് ഒക്കെ കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും. പിന്നെ നമുക്ക് പക്ഷെ പുളിശ്ശേരി കിട്ടി. എനിക്ക് പറ്റിയൊരു അബദ്ധം, ഞാൻ ഇതൊന്നും ഷൂട്ട് ചെയ്തില്ല. സാധനം വന്നപ്പോഴേ എനിക്ക് എടുത്ത് വെച്ച് കഴിച്ചോളാൻ വയ്യായിരുന്നു. അങ്ങനെ ഞാൻ ഇത് കഴിച്ചു. ഞാൻ മീൽസും മോരും നിർവാണയും കൊഞ്ച് റോസ്റ്റും ഇത്രയാണ് ഞാൻ ഓർഡർ ചെയ്ത് കഴിച്ചത് കേട്ടോ. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അമ്മ പൊറോട്ട കഴിച്ചു, ആള് ചോറ് കഴിച്ചു, അങ്ങനെയൊക്കെ. മീൽസ് ഇല്ലായിരുന്നു, പക്ഷെ ഞാനിങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇച്ചിരി മോര് തരുമോ? അവിടുത്തെ മോര് അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റ് ആണ്. പിന്നെ നിർവാണ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എൻ്റെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് ആ ഗ്രേവി മാത്രം ഇഷ്ടമുള്ളൂ, എനിക്ക് ആ മീൻ അത്ര ഇഷ്ടമല്ല. അതിനൊരു വല്ലാത്ത ടേസ്റ്റാണ്, അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമില്ല. അങ്ങനെ ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങി. എനിക്കൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്.
അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് ഞങ്ങള് ബൈപ്പാസ് വഴിയാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഈ ബൈപ്പാസിന്റെ 2 സൈഡും കായലാണ്, പിന്നെ അടിപൊളി റോഡാണ്, ഭയങ്കര രസമാണ് ഇതില് വരാനൊക്കെ. അപ്പം അങ്ങനെ ഞങ്ങള് അവിടുന്ന് അമ്മയും കൂട്ടിക്കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് വരാനായിട്ടുള്ള പ്ലാനായിരുന്നു. അത് ഈ വരുന്ന വഴിക്ക് ഞാൻ ഇടയ്ക്ക് ഇവിടെ കേക്ക് കടയിൽ കയറിയിട്ട് കേക്ക് മേടിച്ചു. ഇവിടെ കേക്ക് ഓൾറെഡി പ്രിപ്പയർഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അപ്പോഴപ്പോഴും ഉണ്ടാക്കുന്ന കേക്കാട്ടോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ഭാഗത്തുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക് ഇവിടുത്തെ കേക്കാണ്. കേക്ക് വേൾഡിലെ കേക്കിനെക്കാട്ടും എനിക്ക് ഇഷ്ടമാണ് ഇവിടുത്തെ കേക്ക്. എനിക്ക് ഭയങ്കര എന്താണ് പറയുന്നത്, ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടും. പക്ഷെ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചിട്ട് ഇതിലെ ഒരു കുഞ്ഞു വഴി കൂടെ ഞങ്ങളിങ്ങനെ വീട്ടിൽ പോയി. ആക്ച്വലി ഞങ്ങൾ ഈ റൂട്ട് ചൂസ് ചെയ്യുന്നതല്ലേ, പക്ഷെ ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു വഴി കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നു വരുന്നത്. ഞങ്ങളൊരു നെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചുമ്മാ ഈ വഴി ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു. അത്യാവശ്യം ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു പുഴയും കാടും തോടും ഒക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ ഞാൻ പണ്ട് നടക്കാൻ വരുന്നത്, ഞാനും അച്ഛനും കൂടെ രാവിലെ നടക്കാൻ വരുമ്പോഴും ഞങ്ങൾ ചിലപ്പോഴൊക്കെ ഈ വഴി തന്നെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. പെട്ടെന്ന് ഞങ്ങൾ ഓരോരോ പരിപാടികൾ ചെയ്യാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്തു. അപ്പൊ അമ്മയും അച്ചാമ്മയൊക്കെ വിളിച്ചിട്ട് ജസ്റ്റ് കേക്ക് ഒന്ന് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് എല്ലാം സെറ്റായി. ഇനി എനിക്ക് ഫേഷ്യൽ ചെയ്യാം. ഇടിച്ചോ? ഇവിടെയൊക്കെ വണ്ടി ഇറങ്ങി വരുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പം നമുക്കിനി ഫേഷ്യൽ ചെയ്യാൻ പോകാം കേട്ടോ. സമയം ഇപ്പം 4:40 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 45 മിനിറ്റ്സ്, ഒരു 5 മണിയാകുമ്പോൾ നമ്മളവിടെ എത്തും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഫേഷ്യൽ ചെയ്തിട്ട് വന്നിട്ട് പിന്നൊന്നുമില്ല, പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കും, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് പോയി ഫേഷ്യൽ ചെയ്യാം. ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത് എൻ്റെ മാരേജിന് എന്നെ ഒരുക്കിയെടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം മിനീസ് പാർലർ, ഇതാണ് നമ്മളുടെ പാർലറിൻ്റെ പേര്. അപ്പം നമുക്ക് പോയി ഫേഷ്യൽ ചെയ്തിട്ട് വരാം. മിനീസ് ബ്യൂട്ടി പാർലർ, ഇവിടെയാണ് ഞങ്ങളുടെ സിനിമ തിയേറ്റർ, JB സിനിമാസ്, കാടായി. ഓക്കെ, ഞാനങ്ങനെ ഗോൾഡൻ ഫേഷ്യലാണ് കേട്ടോ ചെയ്ത്. ഗോൾഡൻ ഫേഷ്യലൊക്കെ ചെയ്തിട്ട് വന്നു. ഒരു സിറാമിൻ്റെ തന്നെ സിറം തേച്ചപ്പോൾ നമുക്കൊരു ഓയിലി ഫീലിംഗ് ഒക്കെ കിട്ടും. അവരുടെ അവിടെ ഇരിക്കുമ്പോൾ നമുക്കത് ഗ്ലാസ് സ്കിന്നായിട്ട് തോന്നും, പുറത്തിറങ്ങുമ്പോൾ നമുക്കത് ഓയിലി ഫിനിഷായിട്ട് തോന്നും. അപ്പോൾ ഇത് കുറച്ച് നേരം ഫേസിൽ ഇട്ടേക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്കത് മാറ്റാം. പിന്നെ ഹെയറും കൂടെ ഒന്ന് അയൺ ചെയ്തു, ബ്ലോ ഡ്രൈ ചെയ്തു. അത്രയാണ് ചെയ്തത്. ഇനി നമുക്ക് വേറെ പരിപാടീസൊന്നുമില്ല. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം. പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുറത്തോട്ട് പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു, ഭയങ്കര ഹാപ്പിയായി.
ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ഇതുവരെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ആക്ച്വലി ഡേറ്റ് എനിക്കറിയില്ല. ആളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ആൾ പറഞ്ഞു അത് കഴിഞ്ഞു പോയി എന്ന് പറയാം. അങ്ങനെ ഞാൻ ഈ പ്രാവശ്യം ഇങ്ങനെ ഡേറ്റൊക്കെ ഓർത്ത് വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്തത് കേട്ടോ. അപ്പം വലിയ സെലിബ്രേഷനൊന്നുമില്ല, ജസ്റ്റ് ആൾ പറഞ്ഞ 2-3 സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി. ഇടയ്ക്ക് എപ്പോഴോ പറഞ്ഞിട്ടുള്ള 2-3 സ്ഥലത്ത് ഞാനിങ്ങനെ ഓർത്ത് വെച്ചിട്ട് കൊണ്ടുപോയി ഒരു കേക്ക് കട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. വേറെ വലിയ സെലിബ്രേഷനായിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.